ഹലോ, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി ഏലിയാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി കോൺവെർസേഷൻസിന് യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസ് മലയാളത്തിലും അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നും കേട്ടു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് സെൻറ്റൻസസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് അല്ലേ, അവളോട് എൻ്റെ അന്വേഷണം അറിയിച്ചേക്കണേ, അല്ലെങ്കിൽ അവളോട് എൻ്റെ അന്വേഷണം പറയണേ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? കൺവേ മൈ റിഗാർഡ്സ് ടു ഹേർ. കൺവേ എന്ന് പറഞ്ഞാൽ അറിയിക്കുക. എൻ്റെ റിഗാർഡ്സ്, എൻ്റെ അന്വേഷണം അറിയിക്കണേ. കൺവേ മൈ റിഗാർഡ്സ് ടു ഹേർ. ഇനി നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഹും ഡു യു വോണ്ട് ടു സീ. സീ എന്ന് പറഞ്ഞാൽ കാണുക. ഹും, ആരെയാണ് കാണേണ്ടതെന്ന് ചോദിക്കാൻ ഹും ഡു യു വോണ്ട് ടു സീ. ഇനി നമുക്ക് ചോദിക്കണം, നിനക്ക് സഹോദരങ്ങളുണ്ടോ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്നാണ്. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്. നിനക്ക് സഹോദരങ്ങൾ ഉണ്ടോ? ഇനി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരാൻ വൈകരുത് എന്ന് പേരൻസ് പറയാറില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഡോണ്ട് ബി ലേറ്റ്. വൈകരുത്, ഡോണ്ട് ബി ലേറ്റ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ്, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ. ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് പറയണം, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റസ്, നമുക്ക് എന്നുള്ള അർത്ഥമാണ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഇനി നമുക്ക് നടക്കാൻ പോയാലോ എന്നാണെങ്കിലോ? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇനി നമ്മളൊരാളൊരു ഫംഗ്ഷന് വിളിക്കുവാണ്. നമ്മൾ അപ്പം പറയത്തില്ലേ, എന്നെ ഈ പാർട്ടിക്ക് വിളിച്ചതിന് നന്ദി. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദ പാർട്ടി. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദ പാർട്ടി. ഇനി നമുക്ക് പറയണം, അവൾക്കെല്ലാം അറിയാമെന്ന പോലെയാണ് അവൾ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഷീ ടോക്സ് ആസ് ഇഫ് ഷീ ന്യൂ എവ്രിതിങ്. ഷീ ടോക്സ് എന്ന് പറഞ്ഞാൽ അവൾ സംസാരിക്കുന്നത്. അസ് ഇഫ് ഷീ ന്യൂ എവ്രിതിങ് എന്ന് പറഞ്ഞാൽ അവൾക്കെല്ലാം അറിയാവുന്നത് പോലെയാണ്. ഓക്കെ, അപ്പം ഷീ ടോക്സ് അസ് ഇഫ് ഷീ ന്യൂ എവ്രിതിങ്. ഇനി നമുക്ക് പറയണം, ഞങ്ങളവിടെ 6 മാസം താമസിച്ചു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? വി സ്റ്റേഡ് ദർ ഫോർ 6 months. സ്റ്റേ എന്ന് വെച്ചാൽ താമസിക്കുക. 6 മാസം താമസിച്ചു എന്ന് പറഞ്ഞാൽ for 6 months. We stayed there for 6 months. ഇനി അടുത്ത സെൻറ്റൻസ്, അവൾ എന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി എവ്രി മോർണിംഗ്. ഗെറ്റ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. ഏർലി നേരത്തെ. എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ. സോ ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി എവ്രി മോർണിംഗ്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യും. ഇവിടെ ഷീ ആയതുകൊണ്ട് സിംഗുലാർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുക. ഗെറ്റ്സ് അപ്പ്. ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി എവ്രി മോർണിംഗ്. ഇനി നമുക്ക് പറയണം, ഞാനവിടെ പോകും. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വിൽ ഗോ ദർ. ഫ്യൂച്ചർ ടെൻസ് ആണ്, അതുകൊണ്ട് വിൽ യൂസ് ചെയ്യണം. ഐ വിൽ ഗോ ദർ. ഞാനവിടെ പോയിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ? ഐ ഹാവ് ഗോൺ ദർ. ഞാനവിടെ പോകും എന്ന് പറയാൻ ഐ വിൽ ഗോ ദർ, അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഞാനവിടെ പോയിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ഗോൺ ദർ. ഇനി നീ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഞാനവിടെ പോയിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഗോൺ ദർ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പം നീ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ വരും? ഹാവ് ഫ്രണ്ടിലോട്ടാക്കുക.
ഹാവ് യു ഗോൺ ദർ? നീ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു ഗോൺ ദർ? ഇനി എനിക്കത് ചെയ്യാൻ കഴിയും, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറയണമെങ്കിൽ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഐ ക്യാൻ ഡു ദാറ്റ്. ഐ ക്യാൻ ഡു ദാറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഡു ദാറ്റ്. ഇനി നിനക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിലോ? ഇതൊരു ക്വസ്റ്റ്യൻ ആവും അല്ലേ? അപ്പം ക്യാൻ ഫ്രണ്ടിലോട്ടാക്കുക. ക്യാൻ യു ഡു ദാറ്റ്? നിനക്കത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഡു ദാറ്റ്? ഇനി നമുക്ക് പറയണം എനിക്ക് ഉറപ്പില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ എം നോട്ട് ഷുവർ. ഐ എം നോട്ട് ഷുവർ. ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. ഇനി ഞാനൊന്നും ചെയ്തില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ഡിഡ് നോട്ട് ഡു എനിത്തിങ്. ഞാൻ ഒന്നും ചെയ്തില്ല. ഐ ഡിഡ് നോട്ട് ഡു എനിത്തിങ്. നമ്മൾ സംസാരിക്കുമ്പം ഈ ഡിഡ് നോട്ട് ഷോർട്ടാക്കി ഐ ഡിഡൻറ്റ് ഡു എനിത്തിങ് എന്ന് പറയും. ഐ ഡിഡൻറ്റ് ഡു എനിത്തിങ്. ഇനി നീ അത് ചെയ്തോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിഡ് യു ഡു ദാറ്റ്? അതായത് ഞാനത് ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ ഡിഡ് ദാറ്റ്. അതായത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഡിഡ് ദാറ്റ്. അപ്പം നീ അത് ചെയ്തോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഡിഡ് ഫ്രണ്ടിലോട്ടാക്കുക. ഡിഡ് യു ഡു ദാറ്റ്? നീ അത് ചെയ്തോ? ഡിഡ് യു ഡു ദാറ്റ്? ഇനി നമുക്ക് ആരുടെയെങ്കിലും പ്രൊഫഷൻ അല്ലെങ്കിൽ ജോലിയെക്കുറിച്ച് ചോദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഡു യു ഡു? ഇനി നിങ്ങൾ എന്താണ് ചെയ്തത്? എന്ത് എന്ന് പറഞ്ഞാൽ വാട്ട്. ഹാവ് യു ഡൺ? വാട്ട് ഹാവ് യു ഡൺ? നിങ്ങൾ എന്താണ് ചെയ്തത്? വാട്ട് ഹാവ് യു ഡൺ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് വേർ യു ഡൂയിങ്? വാട്ട് വേർ യു ഡൂയിങ്? നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വാട്ട് വേർ യു ഡൂയിങ്? ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഡു വാട്ട് ഐ സേ. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. വാട്ട് എന്ത്? ഐ സേ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഡു വാട്ട് ഐ സേ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയണമെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്. ഇനി എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? ഇവിടുത്തെ ഓക്സിലറി വേർബായ ക്യാനിൻ്റെ കൂടെ നോട്ട് കൂടെ ആഡ് ചെയ്യുക. ഐ കനോട്ട് ഡു ഇറ്റ്. ഈ കനോട്ട് ഷോർട്ടാക്കി കാണ്ട് എന്ന് പറയാം. ഐ കാൺട്ട് ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഐ കാൺട്ട് ഡു ഇറ്റ്. നീ അത് ചെയ്യണം എന്നാണ് പറയേണ്ടതെങ്കിലോ? യു ഷുഡ് ഡു ഇറ്റ്. ഇതൊരു കമാൻഡ് ആണല്ലേ? നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ഇറ്റ്. ഇനി നമുക്ക് ചോദിക്കണം നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? വൈ ഡിഡ് യു ഡു ലൈക്ക് ദാറ്റ്? വൈ എന്ന് പറഞ്ഞാൽ എന്തിന്. ഡിഡ് യു ഡു ചെയ്യുക. ലൈക്ക് ദാറ്റ് അങ്ങനെ. വൈ ഡിഡ് യു ഡു ലൈക്ക് ദാറ്റ്? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇനി എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. അതെങ്ങനെ പറയും? എനിക്കറിയാം. ഐ നോ എങ്ങനെ ചെയ്യണമെന്ന്. ഹൗ ടു ഡു ഇറ്റ്. ഐ നോ ഹൗ ടു ഡു ഇറ്റ്. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഐ നോ ഹൗ ടു ഡു ഇറ്റ്. ഇനി നമ്മൾ പറയാറില്ലേ സൂക്ഷിക്കണേ അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ? അതെങ്ങനെ പറയും? ബി കെയർഫുൾ. ബി കെയർഫുൾ. ഇനി നമുക്ക് പറയണം നമുക്കിപ്പോൾ ഇറങ്ങിയാലോ അല്ലെങ്കിൽ നമുക്കിപ്പം പോയാലോ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഷാൽ വി ഗോ നൗ? നമുക്കിപ്പം പോയാലോ? ഷാൽ വി ഗോ നൗ? ഇനി നമുക്ക് ചോദിക്കണം ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാവോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ യു ടേൺ ഓൺ ദ ലൈറ്റ്? ക്യാൻ യു ടേൺ ഓൺ ദ ലൈറ്റ്? ഇനി ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോ എന്ന് ചോദിക്കണമെങ്കിലോ? ക്യാൻ യു ടേൺ ഓഫ് ദ ലൈറ്റ്? ക്യാൻ യു ടേൺ ഓഫ് ദ ലൈറ്റ്? ഇനി നമുക്ക് പറയണം ദയവായി വേഗത കുറയ്ക്ക്.
അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? പ്ലീസ് സ്ലോ ഡൗൺ. പ്ലീസ് സ്ലോ ഡൗൺ. ഇനി നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വഴി തെറ്റിയെങ്കിൽ നമ്മൾ പറയത്തില്ലേ, എനിക്ക് തോന്നുന്നു വഴി തെറ്റിയെന്നാ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ തിങ്ക് ഐ ആം ലോസ്റ്റ്. ഐ തിങ്ക് ഐ ആം ലോസ്റ്റ്. എനിക്ക് തോന്നുന്നു വഴി തെറ്റിയെന്നാ. ഐ തിങ്ക് ഐ ആം ലോസ്റ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് എല്ലാം ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ആം ഷുവർ ദാറ്റ് എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. ദാറ്റ് എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ്, എല്ലാം ശരിയാകുമെന്ന് എനിക്കുറപ്പുണ്ട്. ഐ ആം ഷുവർ ദാറ്റ് എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഇനി നമുക്ക് പറയണം അതൊരു മഴയുള്ള ദിവസമായിരുന്നു. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇറ്റ് വാസ് എ റെയിനി ഡേ. റെയിനി ഡേ എന്ന് പറഞ്ഞാൽ മഴയുള്ള ദിവസം. ഇറ്റ് വാസ് എ റെയിനി ഡേ. അതൊരു മഴയുള്ള ദിവസമായിരുന്നു. ഇനി ഇന്ന് മഴ പെയ്തേക്കാം. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ എന്നും പറയാം. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്നും പറയാം. ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇനി നമുക്ക് പറയണം അവനെ വിശ്വസിക്കരുത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഡോണ്ട് ട്രസ്റ്റ് ഹിം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഡോണ്ട് ട്രസ്റ്റ് ഹിം. ഇനി അത് വിട്ടേര് എന്ന് നമ്മൾ പറയത്തില്ലേ? ജസ്റ്റ് ലീവ് ഇറ്റ്. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി നമ്മൾ പറയാറില്ലേ അത് ശരിയല്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഇത് രണ്ട് രീതിയിൽ പറയാം. ദാറ്റ്സ് നോട്ട് ഫെയർ, അത് ശരിയല്ല എന്ന് പറയാം. ദാറ്റ്സ് നോട്ട് റൈറ്റ്, ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ദാറ്റ്സ് നോട്ട് ഫെയർ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇവിടെ ഫെയർ ആൻഡ് റൈറ്റ് രണ്ടിൻ്റെയും മീനിങ് ശരി എന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് നോട്ട് ഫെയർ അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ദാറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്നാണ്, അത് ഷോർട്ടാക്കി ദാറ്റ്സ് എന്ന് പറയുന്നതാണ്. ഇനി നമ്മൾ പറയാറില്ലേ ഇനി അത് ആവർത്തിക്കരുത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ്, ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? പ്ലീസ് ഡൂ ദ ഡിഷസ്. ഡൂ ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുക എന്നാണ്. പ്ലീസ് ഡൂ ദ ഡിഷസ്, ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. പ്ലീസ് ഡൂ ദ ഡിഷസ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു ഓൾ. സ്റ്റേ സേഫ്.